ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, അമ്മേ, അയ്യോ, തങ്കേച്ചി, തങ്കേച്ചി, അമ്മേ, തങ്കേച്ചി, ഓർക്കമ്മേ, അമ്മേ, സുനന്ദേച്ചി, അമ്മേ, അമ്മേ, കണ്ടോർക്കമ്മേ. മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. കാശിന്റെ അഹങ്കാരം തന്നെ, അല്ലാതെ എന്താ? സുനന്ദേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇത്രയും കാലം അവര് പറഞ്ഞിരുന്നില്ലേ ഗാഥയുടെ നവീന്റെ വിവാഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്? ഇത് തന്നെയാ പ്രശ്നം. അല്ലെങ്കില് സ്വന്തം മോളുടെ വിവാഹത്തിന് അവളുടെ കഴുത്തില് താലി കെട്ടേണ്ട ഒരു കാര്യമില്ലെന്ന് ഒരമ്മ തീരുമാനിക്കോ? അത് തന്നെ. അവരൊക്കെ തല്ലിയെ ഞാൻ ക്ഷമിക്കും. മുഖത്ത് കാർക്കിച്ച് തുപ്പിയാലും അത് പോട്ടെ എന്ന് വെക്കും. ഒരു വാക്ക് പോലും നല്ലത് പറഞ്ഞില്ല എങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷേ ഒരു അന്യപുരുഷൻ കഴുത്തിൽ താലി കെട്ടെന്ന് പറയുമ്പോ അതെന്നെ കൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. ഒരിക്കലും പറ്റില്ല സുനന്ദേച്ചി. ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാനോ ഗോപാലേട്ടനോ നിന്നൊരിക്കലും നിർബന്ധിക്കില്ല. എല്ലാം ശരിയാവുന്ന് വെറുതെ പ്രതീക്ഷിച്ചിട്ട് ദൈവങ്ങൾ അവസാനം എന്നെ കൈവിടുക. എല്ലാം തീർന്നോട്ടെ. എന്റെ അമ്മ പോകുന്നതിനൊപ്പം ഞാനും അങ്ങോട്ട് പോയാ കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണേ, നമ്മളൊന്നും ജീവിക്കാൻ പാടില്ല ചേച്ചി. ചത്തൊടുങ്ങുന്നതാ നല്ലത്. സുനന്ദേ, മോള് വല്ലാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും തങ്കേച്ചി. ഞാൻ കാരണം ഇതൊക്കെ. ഞാനവിടെ പോകാൻ പാടില്ലായിരുന്നു അല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം തങ്കേച്ചി? മോൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നു. എന്താ ഉള്ളെന്ന് വെച്ചാ കുറച്ചെടുത്താ ഞാൻ ചെന്ന് അടുത്തിരുന്ന് കഴിപ്പിക്കാം. അപ്പോ പറഞ്ഞ് അവളുടെ സങ്കടമൊക്കെ അങ്ങ് തീരും. ശരി ചേച്ചി. മോളെ, മോൾ അമ്മയോട് അങ്ങ് ക്ഷമിക്ക്. അമ്മ ഇനി ഒരു കാര്യം മോളോട് ചോദിക്കാണ്ട് ചെയ്യില്ല. ആ പയ്യന് നിന്നെ ഇഷ്ടമാണല്ലോ. അമ്മയ്ക്ക് എന്തേലും പറ്റിയാൽ തന്നെ അങ്ങനെ ഒരാളും ആ കുടുംബം ഉണ്ടാവുമല്ലോ. അതൊക്കെ ആലോചിച്ചപ്പോ ഒന്ന് ചെന്ന് അന്വേഷിച്ചു പോയതാ. അതൊന്നും സാരല്ല. ഒന്നും കഴിച്ചിട്ടില്ലാന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം. അമ്മ വയറ് തരാൻ നിനക്ക് കുറച്ചെന്തെങ്കിലും ഒന്ന് കഴിക്കേ. എല്ലാം നിനക്ക് ഇഷ്ടപ്പെടുന്ന കറികൾ തന്നെയേ. അമ്മയുടെ മോള് കഴിക്കില്ലേ? കഴിച്ചില്ലെങ്കിലേ നീ ഒരിക്കലും അമ്മയോട് ക്ഷമിക്കില്ലെന്നാ ഞാൻ കരുതുക. കതിർ മണ്ഡപത്തില് ഗാഥമോൾക്ക് പകരം കേറേണ്ടത് നീയാ. നവീൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. മോളെ, മോളെ,
സുനന്ദേച്ചി, അമ്മ, അമ്മ കണ്ണൂർക്കമ്മ, മോളെ നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. തങ്കേച്ചി, അമ്മ കണ്ണൂർക്കമ്മ, അമ്മ. കൃഷ്ണേ, ചേച്ചി, ഈ കള്ളത്തരം മുഴുവൻ ഞാൻ കാണിച്ചത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. എന്നിട്ടും ഒടുക്കം ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. നീ സമാധാനായിട്ടിരിക്കേ. ഞാൻ ഗോപാലേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഗോപാലേട്ടൻ ഇപ്പൊ തന്നെ വരും. അമ്മ കരുതുന്നത് അമ്മ നവീന്റെ വീട്ടിലേക്ക് പോയതിലുള്ള ദേഷ്യത്തിലാ ഞാൻ അമ്മയോട് പിണങ്ങിയിരിക്കുന്നെന്നാ. പക്ഷെ അതല്ല സുനന്ദേച്ചി, എല്ലാത്തിനും അവരല്ലേ കാരണം. എന്റെ കഴുത്തില് എന്റെ അനുവാദം ഇല്ലാതെ ഒരാളെ താലി കെട്ടെന്ന് പറഞ്ഞില്ലേ സീതാറാം മാഡം?